ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഒന്നിനു പുറകെ ഒന്നായി രാജയോഗം വന്നെത്തുന്നു. അതായത് കന്നിമാസം തുടങ്ങുവാൻ പോകുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം വരുന്നതാണ്. കന്നിമാസം തുടക്കം കുറിക്കുന്നതിനോടൊപ്പം തന്നെ രാജയോഗമുള്ള ചില നക്ഷത്രക്കാരുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ കണ്ണീരിനും കഷ്ടപ്പാടിനും അറുതിയാണ് ഈ കന്നിമാസം നിങ്ങൾക്ക് നൽകുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീർക്കുന്നതിന് മുൻപ് ചില നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രാജയോഗം ഗുണാനുഭവങ്ങളാൽ നേടിത്തരുന്നു. കന്നിമാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരെ ആർക്കൊക്കെയാണ് രാജയോഗ ഫലം എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. 27 നക്ഷത്രങ്ങളിൽ പെടുന്ന ആളുകളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി തന്നെയാണ് രാജയോഗത്തിൻ്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത്. ഇവരുടെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും. അതായത് എല്ലാ കാര്യത്തിലും കാര്യസിദ്ധിയും ധനവരവും ഇവരെ തേടിയെത്തുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമായതിനാൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലമാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിനും ഉള്ള ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കുന്നതിനും വളരെയധികം യോഗമുള്ള സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനം ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങുവാൻ കഴിയുന്നതാണ്. ജലസ്രോതസ്സുകളിൽ നിന്നുള്ള പ്രവൃത്തികളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ എല്ലാ രീതിയിലും തൃപ്തികരമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും രാജയോഗ കാലം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകും. കൂടാതെ ഏത് കാര്യത്തിലും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരവും പുരസ്കാരവും വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ യാത്രകളും മികച്ച മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ്. ജോലിയിൽ സ്വയം തന്നെ മുന്നേറുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള സമീപനം ആശ്വാസത്തിനുള്ള വഴിയൊരുക്കും. സഹോദരങ്ങൾക്ക് അല്പം അരിഷ്ടമായ കാലം തന്നെയാണ്. അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുന്നതാണ്. നിങ്ങളുമായി ശത്രുതാ മനോഭാവത്തിലായിരുന്ന ആളുകൾ സൗഹൃദത്തിലെത്തുന്ന കാലമാണ്. വിദ്യയും വിജ്ഞാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്ര ജാതകരുള്ള വീടുകളിൽ ഇനി സൗഭാഗ്യത്തിൻ്റെ കാലമാണ്. നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ നേട്ടങ്ങളെ നിങ്ങളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. പലപ്പോഴും തൊഴിൽ മേഖലയിൽ നിങ്ങൾ എടുക്കുന്ന കൃത്യമായ തീരുമാനം പിന്നീട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകും. പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ കാലം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുന്ന കാലമാണ്. ദമ്പതികളായ ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗ മാറ്റമുണ്ടാകും. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. ആദരവും വിനയമുള്ള സമീപനം മാർഗ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് വിജയത്തിലേക്ക് കുതിക്കുവാൻ ഉപകരിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കെല്ലാ രീതിയിലും വളരെയധികം അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായ പദ്ധതിയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കാലമാണ്.
നിങ്ങൾ തുടങ്ങിവെക്കുന്ന എല്ലാവിധ പ്രവൃത്തികളും മുടങ്ങിക്കിടന്നിരുന്ന പ്രവൃത്തികളുമെല്ലാം ലാഭത്തിലേക്ക് കുതിക്കുന്ന മാസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സമയം കൂടിയാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും ഭക്ഷണ സമൃദ്ധിയും നല്ല ആരോഗ്യവും അനുഭവപ്പെടുന്ന കാലമാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കും. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഐക്യവും വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളിൽ നിന്നും വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുന്നതിനുള്ള ഭാഗ്യം വരെ കാത്തിരിക്കുന്നു. ചിട്ടിയും ലോട്ടറിയും ഉൾപ്പെടെ ധനവരവ് വർദ്ധിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ അനുഭവപ്പെടും. ആരോഗ്യ കാര്യങ്ങളും എല്ലാ രീതിയിലും മികച്ചതായിരിക്കും. നിങ്ങളുടെ മാനസിക ആരോഗ്യവും നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ തന്നെ സമ്മാനിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കാലം കൂടിയാണ്. അവിവാഹിതരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതാണ്. സൽസുഹൃത്തുക്കൾ ഉണ്ടാകുകയും അവരിൽ നിന്നും അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി, ശാരീരിക സുഖം, ഭക്ഷണ സുഖം, സൽസന്താന ഭാഗ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച എന്നിവയുണ്ടാകും. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗസാര്യങ്ങളെല്ലാം മാറി രോഗശാന്തി ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൊയ്യുവാൻ കഴിയും. കോടതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതികൂലമായ കേസുകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന കാലമാണ്. തൊഴിലിടത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പിന്തുണയും ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജോലിയിൽ നിന്നും പല ആനുകൂല്യങ്ങളും വന്നു ചേരും. അതായത് രാജയോഗ ഫലം നിമിത്തം സാമ്പത്തിക ക്ലേശങ്ങൾ ഒന്നൊഴിയാതെ ഇല്ലാതാകുന്നതാണ്. പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും വിട്ടൊഴിയുകയാണ്. വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനമുണ്ടാകും. അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങും. പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകുന്ന വിധത്തിൽ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. സർവകാര്യ വിജയം, കുടുംബസുഖം, ധനലാഭം, ശത്രുക്കൾക്ക് ഹാനി, വ്യവഹാരങ്ങളിൽ വിജയം, ഉയർന്ന സ്ഥാനപ്രാപ്തി, പ്രശസ്തി, രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം വർദ്ധിക്കുക, ഭൂമി ലാഭം, മനസന്തോഷം എന്നിവയും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചേക്കാം. വ്യാപാരികളായ ആളുകൾക്ക് പ്രവർത്തന മാന്ദ്യങ്ങളെല്ലാം മാറി പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ചിലർക്ക് പ്രണയത്തിൽ പുരോഗതി ഉണ്ടാകും. അവിവാഹിതർക്ക് അപവാദവും ദുഷ്പേരും കാരണം വിവാഹം നടക്കുവാൻ ചില കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. ചുരുക്കം ചിലർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനിയും ധനനഷ്ടത്തിനും കാരണമാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.